പുനരധിവാസ ക്യാമ്പിൽ നിന്ന് അർജുൻ കല്യാട് കൂടി നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, നമ്മളെല്ലാവരും ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ഒക്കെ കേന്ദ്രീകരിച്ചപ്പോൾ വിലങ്ങാട് യഥാർത്ഥത്തിൽ വിതുമ്പുകയായിരുന്നു. അവിടെ വലിയ ശ്രദ്ധയൊന്നും ആദ്യഘട്ടത്തിൽ പതിഞ്ഞില്ല. പക്ഷേ പിന്നീട് സർക്കാർ അവിടെ മന്ത്രിമാരടക്കം സന്ദർശനം നടത്തി. ഇപ്പോൾ കെ രാജൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് വയനാട് പാക്കേജിന് സമാനമായ രീതിയിൽ ഈ വിലങ്ങാടിനെയും പരിഗണിക്കും എന്നാണ്. പാക്കേജ് എന്ന പദപ്രയോഗം അദ്ദേഹം നടത്തിയില്ല, പക്ഷേ വിലങ്ങാടിന് ഒരു പരിഗണനയുണ്ടാവും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പുനരധിവാസം അടക്കമുള്ള വിഷയങ്ങളിൽ നേരത്തെ ഒരു ക്യാമ്പിലെ വിഷയം സൂചിപ്പിച്ചിരുന്നു. ആ ക്യാമ്പിലെ വിഷയം അന്വേഷിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തു. എന്താണ് പുനരധിവാസ ക്യാമ്പിൽ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ചകളും ആളുകളുടെ ആവശ്യങ്ങളും അർജുൻ കല്യാൺ? അരുൺകുമാർ, അതായത് വെള്ളിയോട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണ് പുനരധിവാസ കേന്ദ്രം സജ്ജമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ താമസിക്കുന്നവരെല്ലാം തന്നെ പറയുന്നത് ഇത്തരത്തിൽ ചില പ്രയാസങ്ങൾ, ചില പ്രശ്നങ്ങൾ അവർ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് വേണ്ടത്ര രീതിയിലുള്ള പരിഗണനയും അത്തരത്തിലുള്ള ഒരു സംവിധാനവും ഇവിടെ ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരാതി. ഇവർ പറയുന്നത് ഇപ്പോഴും ഇവർക്ക് വാടക വീടുകളിലേക്ക് നിരവധി കുടുംബങ്ങൾ 80ഓളം പേർ താമസിച്ചിരുന്ന ഒരു ക്യാമ്പാണിത്. ഇവിടെ ഇപ്പോഴും 10-30 പേർ അവശേഷിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് വാടക വീടുകളെല്ലാം തന്നെ സജ്ജമായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു 4 കുടുംബങ്ങൾക്ക് ഇപ്പോഴും വീടുകൾ സജ്ജമാക്കാനോ പകരം സംവിധാനം ഒരുക്കി നൽകുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ക്യാമ്പിലുള്ള അന്തേവാസികളുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് തേടാം. ഇപ്പോൾ എന്തായിട്ടാണ് ഇവിടുത്തെ 4 കുടുംബങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ താമസം ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നിങ്ങൾക്ക് പറയാനുള്ള ഒരു പ്രശ്നം, അല്ലേ? നിങ്ങൾക്ക് ഉൾപ്പെടെ? അതെ, എനിക്ക് ഉൾപ്പെടെ 4 കുടുംബങ്ങൾക്ക് വീട് കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി ഇവർ പഞ്ചായത്തുകാരും ഈ ഭാഗത്തെ തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. ഞങ്ങൾ രാവിലെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇവിടുന്ന് ഇറങ്ങിയതാണ്. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്, ഇരിക്കാൻ പോലും സ്ഥലമില്ല ഇവിടെ. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്നിപ്പോൾ അധ്യയനം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ്. കുട്ടികളെല്ലാം തന്നെ ഇവിടത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ഇറങ്ങിപ്പോകാൻ മറ്റ് സംവിധാനമില്ല. ഈ സ്കൂളിൻ്റെ ഒരു മുറിയിൽ ഇവരിപ്പോൾ താമസിക്കുന്നു. മറ്റ് ക്ലാസ് റൂമുകൾ ഉപയോഗിച്ചുകൊണ്ട് അധ്യയനം നടത്താൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ആൾക്കാർ എന്താ നിങ്ങളുടെ മൊത്തത്തിലുള്ള ക്യാമ്പിലെ അവസ്ഥ എങ്ങനെയാണ്? മൊത്തത്തിലുള്ള ക്യാമ്പിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ വിഷമത തന്നെയാണ്. കാരണം കുറേ പേർക്ക് വീട് ഇവർ സ്വന്തം വീട്ട് ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ ഈ കിടക്കാടമില്ലാത്തവരും പോയി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പലർക്കും ഇപ്പം ഒരു രീതിയിലും വാസയോഗ്യമല്ലാത്ത വീടുകളാണ് പലതും ഉള്ളത്. അപ്പം പലതും വേണ്ടെന്ന് വെച്ചു. ഇപ്പം ഞങ്ങളിപ്പം കുറച്ച് പേര് വീടായിട്ടുണ്ട്. എനിക്ക് കിട്ടിയത് ഒരു പഴയ വീടാണ്. പഴയ വീട്, അത് കുറച്ച് പണിയെടുക്കണം. അത് ഒരാഴ്ചത്തെ പണിയെടുത്താലേ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലാണുള്ളത്. പക്ഷേ ഞങ്ങളത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതാണെങ്കിൽ അത് മതി എന്നുള്ള രീതിയിൽ ഞാൻ തീരുമാനിച്ചു എൻ്റെ കാര്യത്തിൽ. പക്ഷേ വീട് കിട്ടാത്തൊരു 3 പേര് ഫുള്ളായിട്ട് ഇവിടെ ഉണ്ട്. യാതൊരു സംവിധാനം ആയിട്ടില്ല അവർക്ക്. അർജുൻ കല്യാട്, ഏത് പഞ്ചായത്താണത്? എന്താണ് പഞ്ചായത്ത് അധികൃതർ ഇതിൽ സഹായിക്കാത്തത്? ഞങ്ങൾ വാഹനത്തിന് എങ്ങോട്ടെല്ലാം കൊണ്ടുവന്നത്. ഇവിടുന്ന് മടങ്ങി പോകാൻ പഞ്ചായത്തിൻ്റെ ഒരു അധികൃതർ ഇവിടെ വന്നിട്ടില്ല. തീർച്ചയായിട്ടും അരുൺകുമാർ, അതായത് വാണിമേൽ ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ നമ്മൾ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തെ നമുക്ക് ഫോണിൽ ലഭിച്ചിട്ടില്ല. പക്ഷേ എന്തായാലും ഇതിന്റെ ഭാഗമായി ഇടപെടൽ നമ്മൾ നടത്തുക. പഞ്ചായത്തിന്റെ പേര് ഒരിക്കൽ കൂടി ഒന്ന് പറയാമോ അർജുൻ കല്യാട്? ഒരിക്കൽ കൂടി പഞ്ചായത്തിന്റെ പേരൊന്ന് പറയാമോ? വാണിമേൽ പഞ്ചായത്താണ് അരുൺകുമാർ. വാണിമേൽ പഞ്ചായത്ത്, അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ വാണിമേൽ പഞ്ചായത്തിലുള്ള വെള്ളിയോട് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള 4 കുടുംബാംഗങ്ങൾക്കാണ് ഇപ്പോൾ പൂർണ്ണമായും വീട് കിട്ടാത്തതിൽ ഒരാൾ ഇപ്പോൾ ഒരു പഴകിയ വീടാണെങ്കിലും അങ്ങോട്ട് മാറാൻ തീരുമാനിച്ചു. 3 കുടുംബാംഗങ്ങൾക്ക് ഇപ്പോഴും വീട് ശരിയായിട്ടില്ല. പക്ഷേ ക്യാമ്പ് അടച്ചു, അല്ലേ? അതായത് നമുക്കിപ്പോൾ തന്നെ കാണാം. ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇന്ന് അധ്യയനം തുടങ്ങുമെന്നുള്ള അറിയിപ്പ് ലഭിച്ചതിൻ്റെ ഭാഗമായി ഇവരെല്ലാം ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് എത്തിയതാണ്. ഇന്നിപ്പോൾ അധ്യയനം തുടങ്ങേണ്ടതാണ്. പക്ഷേ ഈ ക്യാമ്പിൽ നിന്ന് ഇവർക്ക് എങ്ങോട്ട് പോകാനോ എന്നുള്ളൊരു ചോദ്യം ഇവരെല്ലാം ബാക്കി നിൽക്കുകയാണ്. ഇവർക്ക് പോകാൻ സ്ഥലമില്ല. ആ ക്ലാസ് റൂമിൽ ഇപ്പോഴും ഈ ക്യാമ്പ് പ്രവർത്തിച്ചുകൊണ്ട്, പക്ഷേ എല്ലാവരും കൂടി ഒരു ക്ലാസ് മുറിയിലേക്ക് മാറിയിട്ടുണ്ട്. ബാക്കി ക്ലാസ് മുറി വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം ഒരുക്കുന്നതിന് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ 4 കുടുംബങ്ങൾക്ക് ഇപ്പോഴും താമസിക്കാനുള്ള സൗകര്യം ഏർപ്പാടായിട്ടില്ല. ഇവരെല്ലാം പറയുന്നത് വ്യാപകമായിട്ടുള്ള പരാതിയാണ്, ഗുരുതരമായിട്ടുള്ള പരാതിയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും തദ്ദേശ സ്ഥാപനങ്ങളും ഈ മറ്റ് സന്നദ്ധ സംഘടനകളും ഒരുമിച്ചാണല്ലോ ഇത് നടത്തുക. ചൂരൽമലയിലും മുണ്ടക്കയിലും അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അവിടെയൊക്കെ പഞ്ചായത്തൊക്കെ വളരെ മുന്നിട്ട് ഇറങ്ങുകയാണ്. നഗരസഭയുണ്ട്, ജില്ലാ പഞ്ചായത്ത് വളരെ ശക്തമായിട്ട് രംഗത്തുണ്ട്. ഇവിടെ എന്തായിരിക്കും ഈ പഞ്ചായത്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കാതെ പോയത്? കാരണം ഇത് മാധ്യമശ്രദ്ധ വലുതായിട്ട് കിട്ടാത്തത് കൊണ്ടാണോ പഞ്ചായത്ത് ഗൗനിക്കാതെ പോയത്?
അത്തരത്തിൽ തന്നെ വേണം നമ്മൾ കണക്കാക്കാൻ. കാരണം ഈ സമയം അത്രയായിട്ട് ഇന്നിപ്പോൾ ക്യാമ്പിൽ നിന്നും കൂടുതൽ പേർ ഒഴിഞ്ഞു പോകുന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലെങ്കിലും കൂടുതൽ പഞ്ചായത്ത് അധികൃതർ അല്ലെങ്കിൽ പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇവിടത്തേക്ക് എത്തി, ഈ ക്യാമ്പിൻ്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടത്തേക്ക് എത്തി അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. പക്ഷേ ഈ സമയമായിട്ട് പോലും, സമയം ഇപ്പോൾ 9:24 ഈ സമയമായിട്ട് പോലും ഈ പഞ്ചായത്തിൻ്റെ ക്യാമ്പിന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചുമതല ഉണ്ടാവണമല്ലോ ഈ ക്യാമ്പിൻ്റെ. പക്ഷേ അവരെ പോലും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ഇവരെല്ലാം പറയുന്നത് ഇവരുടെ വിലങ്ങാടാണ് ഈ സംഭവം. അതിന് ഒരു 15 കിലോമീറ്റർ ഇപ്പുറത്താണ്, 10-15ഓളം കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ആ പഞ്ചായത്ത് വിലങ്ങാടിൽ ഈ ദുരിതം സംഭവിച്ച പഞ്ചായത്ത് അംഗങ്ങൾ പോലും ഇവർ ഇതുവരെയും ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നുള്ള വ്യാപകമായ പരാതി നിങ്ങൾക്കുണ്ട്. ഉണ്ട്. നമ്മുടെ 9-ാം വാർഡ് മെമ്പർ ഈ ഭാഗത്തെ തിരിഞ്ഞു നോക്കുന്നില്ല, ഞങ്ങളെ ആരും നോക്കുന്നില്ല, അന്വേഷിക്കുന്നുമില്ല കാര്യങ്ങൾ. നിങ്ങളുടെ വീട് 9-ാം വാർഡ്? 9-ാം വാർഡിലാണ്. നിങ്ങളുടെ 9-ാം വാർഡ്. നിങ്ങൾ 9-ാം വാർഡ്? ഞാൻ 10-ാം വാർഡിൽ. നിങ്ങൾ ആരെങ്കിലും വിളിക്കുകയൊക്കെ ചെയ്തു? ഒന്നുമില്ല, വിളിയില്ല, ഒരു പരിപാടിയില്ല. പിന്നെന്ന് വെച്ചാൽ ഞായറാഴ്ച ഇത് കഴിഞ്ഞതാണ് എന്തെന്ന് ക്യാമ്പ്. അതിന് ശേഷം പഞ്ചായത്തിൽ നിന്ന് ഒരു അധികൃതർ ഇങ്ങോട്ട് വന്നിട്ടില്ല. നിങ്ങളോട് പറഞ്ഞാൽ ഞായറാഴ്ച ഇത് അവസാനിപ്പിച്ചു. ഞായറാഴ്ച ഉച്ചഭക്ഷണം കഴിഞ്ഞപ്പോൾ എല്ലാവരും കയറിക്കോ, അടുത്ത ക്യാമ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അത് അത്ര തന്നെ. അപ്പോൾ ബസ് വരുന്നുണ്ട്, അതിനകത്ത് കയറിക്കോന്ന് പറഞ്ഞു. അവിടെ എന്ന് വെച്ചാൽ പനിയൊക്കെ പിടിച്ച ആൾക്കാർ അവിടെ അല്ലേ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മൾ 10-30 കുടുംബങ്ങളില്ലേ, അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടി വേറെ ക്യാമ്പിലേക്ക്. ആള് മാത്രമേ ഒരു ആൾ മാത്രമേ ഉള്ളൂ, ഒരു മറയൊന്നുമില്ല. സ്ത്രീകൾ, കുട്ടികൾ, പിള്ളേർ എല്ലാവരും ഇല്ലേ, ആണുങ്ങളും പുരുഷന്മാരെല്ലാം വെറും ഒരു ആൾ, ചെറിയൊരു ആളിൽ തിങ്ങി കിടക്കാൻ 10-200 പേരില്ലേ ആള്. അതുകൊണ്ടാണ് ഞങ്ങളന്ന് പോകാൻ. വീട് കിട്ടിയിട്ടില്ല, 9-ാം വാർഡിലാണ്. ഇതുവരെ പഞ്ചായത്തിൻ്റെ യാതൊരൊന്നും തിരിഞ്ഞ് നോക്കിയിട്ടുമില്ല, മെമ്പർ പോലും ഇതുവരെ വന്നിട്ടില്ല, സംസാരിച്ചിട്ടുമില്ല, ഒന്നും അറിയത്തുമില്ല. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നു. ഈ വാർഡിലുള്ള കുറച്ച് അംഗങ്ങൾ മാത്രമാണ് ഞങ്ങളുമായിട്ട് സഹകരിച്ചത്. അതായത് ഈ വെള്ളിയോട് സ്കൂൾ നിൽക്കുന്ന വാർഡ്, അവർ നാട്ടുകാർ മാത്രമാണ് ഞങ്ങളുമായിട്ട് നല്ലോണം സഹകരിച്ച് ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവരാണ്. അവരാണ് വീട് അന്വേഷിക്കുന്നത്. അർജുൻ കല്യാട്, ഈ 9-ാം വാർഡിലെയും 10-ാം വാർഡിലെയും വാർഡ് മെമ്പർമാരുടെയും വാർഡ് പ്രസിഡന്റിന്റെയും പേരുകൂടി ഒന്ന് ചോദിച്ചോളൂ. നിങ്ങൾ അവിടുത്തെ 9-ാം വാർഡിലെ വാർഡ് മെമ്പറുടെ പേരെന്തായിരുന്നു? ജാൻസി. വാർഡിലെയോ 10-ാം വാർഡിലെയോ? സൽമാ രാജു. 9-ാം വാർഡിലേത് ജാൻസി, 10-ാം വാർഡിലേത് സൽമ അല്ലേ? സൽമാ രാജു വട്ടക്കുന്ന്. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് ശേഷവും നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹത്തെ ഫോണിൽ നമുക്ക് ലഭിക്കുന്നില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇടപെടൽ നമുക്ക് നടത്തിയേ മതിയാവും. കാരണം 4 കുടുംബങ്ങളാണ് അവിടെ, ഒട്ടും താമസയോഗ്യമല്ലാത്ത സ്ഥലം. ഇവരെല്ലാം പറയുന്നത് ഇനിയിപ്പോൾ വേറെ വഴിയില്ല എങ്കിൽ ആ സ്ഥലത്തേക്ക് തന്നെ പോയി ഒരു കുടിൽ കെട്ടി അവിടെ താമസിക്കും. പക്ഷേ അത്തരത്തിലുള്ള സമീപനത്തിലേക്ക് സ്വീകരിക്കുന്ന കാര്യം ഇവരോട് നമ്മൾ പറയാം. അത്തരത്തിലൊരു രീതി നമ്മൾ സ്വീകരിക്കുന്നത് ഒട്ടും ഉചിതമാവില്ല. ഏതെങ്കിലും വൈകാരികമായിട്ടുള്ള അത്യാവശ്യം. അവരെന്തായാലും സുരക്ഷിതമായി മറ്റൊരു ക്യാമ്പിലേക്ക് മാറുക തന്നെയല്ലേ മാർഗം? അർജുൻ, എന്തായിരുന്നു എങ്ങനെ? മാഷാണോ? ഇവിടുത്തെ അധ്യാപനാണ്? HM ആണ്. അല്ല, ഞാൻ ഇവരുടെ വിഷയം ഒന്ന് അഡ്രസ്സ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെ സ്കൂളിൽ തടസ്സപ്പെടുത്തുന്നില്ല. അതായത് ഇതൊക്കെ ക്ലാസ് റൂമുകളാണ്. അതായിക്കോട്ടെ, ഇവരുടെ വിഷയം. ഇവരിപ്പോൾ ഇവിടെ എല്ലാവരും മാറണോ? അല്ല, ഇവരെ മാറണോ? ഇവരെ മാറ്റാനാണോ പറയുന്നത്? അധികാരികൾ തീരുമാനിക്കില്ല, നമുക്ക് ക്ലാസ് കൊടുക്കാനല്ല. അതായിക്കോട്ടെ, നിങ്ങളുടെ ക്ലാസ് റൂമിന് നമ്മൾ തടസ്സം ഉണ്ടാക്കുന്നില്ല, നമ്മൾ വേണം മാറി നിൽക്കാം. ആയിക്കോട്ടെ, നമ്മൾ തടസ്സം സൃഷ്ടിക്കുന്നില്ല. ആയിക്കോട്ടെ, നമ്മളിങ്ങോട്ട് മാറി നിൽക്കാം. അല്ല, അങ്ങനെ ആയിക്കോട്ടെ, ഇവരുടെ വിഷയം നമുക്ക് പരിഗണിച്ചാൽ മതിയാവും. അത് പറഞ്ഞാൽ മതിയാവും നമുക്ക്. അതുകൊണ്ടാണ് നിങ്ങളെ ക്ലാസ് റൂം നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നില്ല, ഇവർ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് നമ്മൾ വരും. ഇവരുടെ കാര്യം നമുക്ക് പറഞ്ഞാൽ മതിയാവും. ആയിക്കോട്ടെ, എന്തെങ്ങനെ ഇവരുടെ പ്രശ്നങ്ങൾ എന്തായാലും പരിഹരിക്കണം. പക്ഷെ നമുക്കിവിടെ കുട്ടികൾക്ക് ഇവിടെ ഇങ്ങോട്ട് വരണം. ചെറിയ മക്കളാണ് ഇവിടെ, LP ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ ക്ലാസ്സിൽ ഇരുത്താനുള്ള സംവിധാനം ചെയ്താൽ മതി. ആയിക്കോട്ടെ. അതാ ഈ സ്കൂളിൻ്റെ HM ആണിപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ ക്ലാസ് റൂം നടക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇവിടെ നിൽക്കുന്നത് മറ്റൊരു ക്യാമ്പിലേക്ക് മാറിക്കോളാൻ പറഞ്ഞോളൂ. ഞാൻ തിരികെ വരാം. നമുക്ക് എന്തായാലും വാണിയമ്മയിലെ ആ പഞ്ചായത്ത് അംഗത്തെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് ഫോൺ എടുക്കുന്നില്ല.